പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതാ ദേവുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ട് ഡ്രസ്സൊക്കെ മാറാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവുട്ടി കുറേ ദിവസമായി ഉള്ളിവട ഉള്ളിവട എന്ന് പാടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മടി പിടിച്ച് നിൽക്കുക. പൊതുവേ ഓയിലിൽ വറുത്തെടുക്കുന്ന സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കൽ കുറവാണ്. പിന്നെ ഇവരെ മൂന്നാളിലോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് എപ്പോഴെങ്കിലും തോന്നണം. ഒന്നാമത്തെ കാര്യം ഓയിലിൽ വറുത്തെടുക്കുമ്പം ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ അതിന് ഞാൻ അധികം ഉണ്ടാക്കാത്തത്. പിന്നെ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കും. പിന്നെ ഉള്ളി മുറിക്കാൻ തുടങ്ങി കരയാനും തുടങ്ങി കേട്ടോ. ഉള്ളി എപ്പോൾ മുറിക്കാൻ തുടങ്ങിയാലും കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്ന് എന്താ പറയണ്ടേ ഒരുവിധം ആവും. അപ്പോൾ പിന്നെ അവർ അതായത് ദേവൂട്ടി പറഞ്ഞിട്ട് കുളിക്കാനൊക്കെ പോയി കേട്ടോ. ഇപ്പോൾ ഞാൻ ചോറൊക്കെ കഴിച്ചു, ദേവൂട്ടി ചോറൊന്നും കഴിച്ചില്ല, പാറു വന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഉള്ളി മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഈ ഒരു സമയത്ത് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കണ്ടേ. കാരണം കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ അവരെ ഓരോ സ്ഥലത്താവുമല്ലോ. നമ്മളിപ്പോൾ അതേപോലെ തന്നെയല്ലേ. നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ അമ്മേൻ്റെ കൂടെയും അച്ഛൻ്റെ കൂടെയും താമസിച്ച് പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഒറ്റക്കായി. ഇപ്പം നമുക്ക് നമ്മുടെ അമ്മേൻ്റെ കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ വീട്ടിൽ പോയി നിൽക്കണം. അപ്പോൾ അതേപോലെ തന്നെയാണ് അവരെന്തെങ്കിലും ഒരു ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അല്ലാത്തതാണെങ്കിൽ പറയും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയും. പിന്നെ ഏട്ടനും ഉണ്ടാക്കും കേട്ടോ. ഏട്ടനാണ് അടിപൊളിയായിട്ട് ഉള്ളിവട ഉണ്ടാക്കുന്ന ആൾ. പക്ഷേ ഇപ്പം വളരെ കുറവാണ് ഉണ്ടാക്കൽ. ഞാനിതാ അപ്പോൾ ഉള്ളിയൊക്കെ മുറിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടില്ല കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ മുറിച്ചിട്ടിട്ട് പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ അതിലേക്ക് കടലമാവൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ചതിന് ശേഷമാണ് പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഉള്ളിവടയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. അതിപ്പോൾ ഞാൻ റെസിപ്പി ആയിട്ട് കാണിക്കൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒന്ന് നിങ്ങളെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ ഇത്തിരി കൂടെ കടലമാവിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ കടലമാവും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഇതൊക്കെ ഏട്ടൻ്റെ ഫേവറേറ്റ്, അതായത് ഏട്ടൻ്റെ അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. ഏട്ടനാണ് അടിപൊളിയായിട്ട് ഉള്ളിവട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏട്ടൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാനും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ഉണ്ടാക്കാനൊന്നും അറിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഏട്ടൻ്റെ അമ്മ നന്നായിട്ട് ഉണ്ടാക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് എന്തുണ്ടാക്കി കഴിഞ്ഞാലും. അപ്പോൾ അമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഒരുവിധം എല്ലാ സാധനങ്ങളും ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡ് ഉണ്ടാക്കൽ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മടിയിലൊരു പരിപാടിയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഫുഡ് ഉണ്ടാക്കിയാലേ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, അത്ര തന്നെ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല, ഇഷ്ടമാണെന്നല്ല, എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ഇതാ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉള്ളിവട ഇട്ടു. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇടാൻ വേണ്ടി പോകുന്നുണ്ട്. മറിച്ചിടാൻ പോകുന്നുണ്ട് കേട്ടോ. ഉള്ളിവട ഞാൻ മറിച്ചിടുന്നുണ്ട്. അപ്പോഴേക്കും ദേവൂട്ടി വന്നു. ക്യാമറ എടുത്തിട്ട് ദേവൂട്ടി വന്നു കേട്ടോ. അപ്പോൾ ടിഷ്യൂ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മുടെ കാസ്ട്രോളിൽ വെച്ചതൊക്കെ ദേവൂട്ടിയാണ്. പിന്നെ ദേവൂട്ടി അങ്ങോട്ടേക്ക് ഓടിപ്പോയി കേട്ടോ. ചൂട് തണിയിട്ട് എന്നിട്ട് കഴിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി. ടി വിൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. എപ്പോഴും ഇരിക്കുന്ന പോലെ തന്നെ ടി വിൻ്റെ മുന്നിലാണല്ലോ. അങ്ങനെ ഉള്ളിവട മറിച്ചിട്ടു. ഏകദേശം ഒരു 3-4 ട്രിപ്പ് ഉള്ളിവട ചുട്ടെടുത്തു കേട്ടോ. പക്ഷേ ലാസ്റ്റ് ഈ 3 മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ